Hello everyone, myself Omar Mohammed. ഇപ്പോൾ നമ്മൾ ഈ നീറ്റ് ജേണിയുടെ ഹാഫ് വേ എത്തിയിരിക്കുകയാണ് അല്ലേ. ഞാനിപ്പോൾ 5th സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. ബട്ട് അതിന് മുന്നേ ഇപ്പോൾ നമ്മളെ ലെവൽ എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി, നമ്മളെ ബേസിക്സ് ഒക്കെ ഇപ്പോൾ സ്ട്രോങ് ആണ്. ആൻഡ് നമുക്ക് ഒരു സബ്ജക്റ്റ് എങ്ങനെ മാസ്റ്റർ ചെയ്യണം എന്നുള്ളത് കൂടി അറിയാം. പക്ഷേ ഒരു സബ്ജക്റ്റ് മാസ്റ്റർ ചെയ്തു എന്ന് എങ്ങനെ മനസ്സിലാവും? അതിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അതായത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും രണ്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ഇൻഡിക്കേറ്റർ. നിങ്ങളെ സബ്ജക്റ്റ് നിങ്ങൾ എത്രത്തോളം അതിൽ എക്സ്പേർട്ടാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് പ്രോബ്ലം സോൾവിങ്. ഈ വീഡിയോയിൽ നമ്മുടെ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ ടു അപ്രോച്ച് പ്രോബ്ലംസ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രോബ്ലംസിനെ രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അതായത് ഒന്നെന്ന് പറയുന്നത് തിയറിറ്റിക്കൽ നോൺ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, അതായത് ഇക്വേഷൻസോ ഫോർമുലാസോ ഒന്നും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ. രണ്ടാമത്തേത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, മാത്തമാറ്റിക്കൽ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഉള്ള ഇക്വേഷൻസ് വെച്ചിട്ടുള്ള യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് നമുക്ക് നോൺ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിനെ പറ്റി പറയാം. ഇത് 3 സബ്ജക്റ്റിലും ഉണ്ട്. മോസ്റ്റ്ലി ഉള്ളത് ബയോളജിയിലും പിന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും ഉണ്ട്. ഫിസിക്സിലും ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രിയിലും ഇത് വരുന്നതാണ്. ബട്ട് ഈ ഞാൻ പറഞ്ഞ സബ്ജക്ട്സിൽ ടോപ്പിക്സിലാണ് അത് ഇമ്പോർട്ടൻറ്റ് കൂടുതലായി വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ഉണ്ടായാൽ മതി. നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ പലപ്പോഴും വല്ല മാർക്കിങ്ങോ 3-4 ഓപ്ഷൻ, അതിൻ്റെ ഉള്ളിൽ സബ് ഓപ്ഷൻ അങ്ങനെയൊക്കെയാണ് വെക്കാറ്. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോൺ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അവിടെ നിങ്ങളുടെ ബേസിക് നോളേജാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് കോറിലേഷൻ, അതായത് 2-3 ചാപ്റ്റേഴ്സ് എന്നുള്ള നോളേജ് മിക്സ് ചെയ്തിട്ട് വരുന്ന തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. ആ ഒരു സ്കില്ല് മാത്രം നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മതി. രണ്ടാമതുള്ളത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസാണ്. മെയിനായിട്ട് ഈ വീഡിയോയിൽ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് യൂഷ്വലി വരുന്ന ഫിസിക്സിലും ഫിസിക്കൽ പാർട്ട് ഓഫ് കെമിസ്ട്രിയിലാണ് ഇത് കൂടുതൽ വരുന്നത്. ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യും? നമ്മൾ MBBS കയറി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ മുതൽ നമ്മൾ വാർഡ്സിൽ പോകാൻ തുടങ്ങും. പല വാർഡിലും മെഡിസിൻ വാർഡ്, പീഡിയാട്രിക് വാർഡ്, സർജറി വാർഡ്, എല്ലാ വാർഡിലും നമ്മൾ പോയി തുടങ്ങും. അപ്പോൾ അവിടെയൊക്കെ ഒരു പേഷ്യൻറ്റിന് നമ്മളെങ്ങനെയാണ് ഒരു ഡയഗ്നോസിസ്, പേഷ്യൻറ്റിൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോച്ച് ഹിസ്റ്ററി എടുത്തതിലൂടെയാണ്. അത് പേഷ്യൻറ്റിനോട് ആളുടെ അസുഖത്തിനൊക്കെ പറ്റി ചോദിക്കും. മൊത്തം ഹിസ്റ്ററി, ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി എടുക്കും. എന്നിട്ട് നമ്മൾ എക്സാമിനേഷൻ ചെയ്യും. അതിൻ്റെ എൻഡിൽ നമുക്ക് മനസ്സിലാവും അതായത് പേഷ്യൻറ്റിന് എന്താണ് അസുഖം എന്നുള്ളത്. സോ ആദ്യം നമ്മളിപ്പോൾ ഒരു അസുഖം എന്താണെന്ന് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ അത് ഏത് സിസ്റ്റം ഇൻവോൾവ് ആണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്ന അസുഖം റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എഫക്റ്റ് ചെയ്യുന്നതാണോ, അതോ കാർഡിയോവാസ്കുലർ സിസ്റ്റമാണോ, അതോ സെൻട്രൽ നെർവസ് സിസ്റ്റമാണോ, അല്ലെങ്കിൽ GIT ആണോ? ഇതാണ് നമ്മൾ മെഡിസിനിൽ ചെയ്യുക. ഈ ഒരു അപ്രോച്ച് തന്നെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിനും ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഏത് ചാപ്റ്റർ അല്ലെ ഏത് ഭാഗത്തുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് ഫോഴ്സ് ആണെങ്കിൽ അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം മാക്സിമം നമുക്ക് മൈൻഡിൽ അതിൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ നോക്കണം. ഒരു കാർ ഇത്ര സ്പീഡ് പോകുന്നു, അല്ലെങ്കിൽ ഒരു കൊലീഷൻ ഇത്ര സ്പീഡിൽ നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം വിഷ്വലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ മൈൻഡിൽ പറ്റുന്ന അത്രത്തോളം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കാം. മൂന്നാമത്തത് വൺസ് വിഷ്വലൈസേഷൻ ആൻഡ് ചാപ്റ്റർ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഉണ്ടല്ലോ, വേരിയബിൾസ്, അത് നമ്മൾ എഴുതുക നമ്മളെ റഫ് സ്പേസിലേക്ക്. ഇനി നമ്മൾ കാൽക്കുലേഷൻ്റെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ എന്തൊക്കെ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആക്സിലറേഷൻ, അല്ലെങ്കിൽ ഇനി ഫോക്കൽ ലെങ്ത്, എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അതൊക്കെ നമ്മൾ എഴുതി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ചാപ്റ്റർ കിട്ടി, നമുക്കിപ്പോൾ ഒരു മെൻ്റൽ ഇമേജ് ഉണ്ട്, നമ്മളൊരു റഫായിട്ട് വേരിയബിൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. ഇനി നമ്മൾ ആകെയുള്ള നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് നമ്മളെ മൈൻഡിൽ വരിക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ കഴിഞ്ഞ സ്റ്റെപ്പിൽ 4th സ്റ്റെപ്പിൽ സബ്ജക്റ്റ് എക്സ്പെർട്ടൈസേഷനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഓരോ ഫിസിക്സിലും ഓരോ ചാപ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നുള്ളത്. ഈ ഒരു പേപ്പർ നിങ്ങളുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വേരിയബിൾസ് തരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് തലയിൽ വരും. ഇനി ആകെ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് ഇടുക, ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ നിങ്ങൾ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ഹൗ യു അപ്രോച്ച് എ പ്രോബ്ലം.
ഇതിന് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസാണ്. ഇത് പറയുന്നത് പോലെയല്ല, ഇത് ചെയ്ത് പ്രാക്ടീസ് ആയി വരണം. ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ റോം വാസ് ഇൻ ബിൽഡ് ഇൻ എ ഡേ, അതുതന്നെയാണ് ഇവിടെയും എനിക്ക് പറയാനുള്ളത്. സോ ദാറ്റ്സ് our 5th step. Stay tuned for more. Thank you.